വലിയ പണച്ചെലവൊന്നുമില്ലാതെ പ്രകൃതിയോട് ഇണങ്ങി ഒരു ദിവസം കരയിലും വെള്ളത്തിലുമായി ചെലവഴിക്കാൻ പറ്റുന്ന ഒരു ഇടമുണ്ട് എറണാകുളത്ത്. കണ്ടലുകളും മത്സ്യക്കെട്ടുകളുമായി വ്യത്യസ്തമായ ഒരു അനുഭവമാണ് മാലിപ്പുറത്തെത്തുന്നവരെ കാത്തിരിക്കുന്നത്. മാലിപ്പുറത്തുള്ള മത്സ്യഫെഡ് കേന്ദ്രത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഒട്ടനവധി സഞ്ചാരികൾ ഇപ്പോൾ തന്നെ അവിടത്തേക്ക് വരുന്നുണ്ട്. മാലിപ്പുറത്തു നിന്നും എസ് ശ്യാംകുമാർ തയ്യാറാക്കിയ റൈഡിംഗ് റിപ്പോർട്ട് കാണാം. ഇതുവരെ കാണാത്ത കാഴ്ചകളും അതിശയിപ്പിക്കുന്ന അനുഭവവുമായി ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് മാലിപ്പുറത്തെ ഫിഷ് ഫാം പാർക്ക്. അങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടറിന്റെ യാത്ര. എറണാകുളം നഗരത്തിൽ നിന്ന് 28 മിനിറ്റാണ് മാലിപ്പുറത്തെ മത്സ്യഫെഡ് ഫിഷ് ഫാമിലേക്ക് എത്താനുള്ള ദൂരം. കണ്ടലുകളും മത്സ്യക്കെട്ടുകളും ഒക്കെ നിറഞ്ഞ ഗ്രാമീണ വഴിയിലൂടെ സഞ്ചരിച്ച് ഇവിടെ എത്തുന്നത് തന്നെ മനസ്സിന് സുഖം പകരുന്ന യാത്രയാണ്. ഒരു അവധി ദിവസം സമാധാനമായി വന്നിരിക്കാനും വെള്ളത്തിലിറങ്ങി മീനുകളുടെ ഡാൻസ് ഒക്കെ കണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോകാനും പറ്റിയ സ്ഥലമാണ് മാലിപ്പുറത്തുള്ള മത്സ്യഫെഡിന്റെ ഈ ഫിഷ് ഫാം. $250 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നടന്നെത്തുന്നത് കണ്ടൽ വനത്തിലേക്ക്. അവിടെ കുളിർമയുള്ള അന്തരീക്ഷത്തിൽ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഫാമിലേക്ക് പോകാം. ഫാമിലെ ഏറ്റവും ആകർഷണീയത ബോട്ട് യാത്രയാണ്. പെഡൽ ബോട്ടിങ്ങിനും കയാക്കിങ്ങിനും ഒക്കെ അവസരമുണ്ട്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫാമിൽ നിന്ന് തന്നെ ചൂണ്ടകൾ നൽകും. ഫാമിലെ ഏറ്റവും ആകർഷണീയത എന്തെന്ന് ചോദിച്ചാൽ അത് മീൻചാട്ടമാണ്. ബോട്ട് യാത്ര ചെയ്യുന്നവരുടെ തലങ്ങും വിലങ്ങും പൂമീനുകൾ ചാടി നടക്കും. ചിലത് ചാടി നമ്മുടെ ബോട്ടിലേക്ക് വീഴും. ശരിക്കും നോക്കിയിരുന്നില്ലെങ്കിൽ മീനുകൾ ചിലത് ചാടുന്നതിനിടയിൽ നമ്മുടെ തലയിലിടിക്കും. അങ്ങനെ മനോഹരമായ ഈ യാത്ര കഴിഞ്ഞ് താല്പര്യമുള്ളവർക്ക് ജലാശയത്തിന് നടുക്ക് ക്രമീകരിച്ചിരിക്കുന്ന ഫ്ലോട്ടിംഗ് ജെട്ടിയിൽ കയറിയിരുന്ന കാഴ്ചകൾ കാണാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ടൂറിസവും കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി കൂടിയാണിത്. സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഫാമാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ ടൂറിസം കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ഫാമിൻ്റെ വർക്കിംഗ് പോകുന്നത്. അപ്പം ടൂറിസ്റ്റിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമുക്ക് പാക്കേജ് പറയുമ്പം വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ 250 ഹോളിഡേയ്സിൽ നമ്മൾ 300 വാങ്ങുന്നത്. അപ്പം ഇതിൻ്റെ പാക്കേജ് ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 250 നമ്മുടെ എൻട്രി ഫീ വരുന്നത് 100 rupees. ബാക്കി 100 rupees വരുന്നത് നമ്മുടെ ഈ ഫുഡിന് വേണ്ടിയിട്ടാണ്. അപ്പം അതും കൂടി ക്ലബ് ചെയ്തിട്ട് ഏറ്റവും മിനിമം ലെവലിൽ സാധാരണക്കാർക്ക് എൻജോയ് ചെയ്യാൻ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ അവർക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എൻട്രീൻ്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന പാക്കേജിൻ്റെ കാര്യങ്ങൾ പറയുന്നത് പറഞ്ഞാൽ കയാക്കിംഗ് ഉണ്ടാവും, റോബോട്ടിംഗ് ഉണ്ടാവും, പിന്നെ ആംഗ്ലിംഗ്, അതായത് നമുക്ക് ഇവിടുന്ന് തന്നെ മത്സ്യം പിടിക്കാനുള്ള ഒരു അവസരം ചൂണ്ടിട്ട് പിടിക്കാം. അപ്പോൾ അത് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ മീൻ പിടിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ആ റേറ്റ് അനുസരിച്ച് നമ്മളത് അവർക്ക് സെയിൽ ചെയ്യുന്നതാണ്. ബോട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെ വളർത്തുന്ന മീൻ തന്നെ കറിയായും വറുത്തും ഉച്ചയൂണിനൊപ്പം നമ്മുടെ മുന്നിലെത്തും. ഊണും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും കാഴ്ചകൾ അവസാനിക്കുന്നില്ല. ബോട്ടിൽ സഞ്ചരിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങിക്കഴിഞ്ഞാലും ഇവിടുത്തെ കാഴ്ചകൾ തീരുന്നില്ല. തൊട്ടടുത്ത് തന്നെ കണ്ടൽക്കാടുണ്ട്. അതിനു പടിഞ്ഞാറ് വശം വിശാലമായ കടൽ തീരവും. ഒരു ദിവസം സമ്പൂർണ്ണമായി ആഘോഷിച്ചതിൻ്റെ സന്തോഷവുമായി വീടുകളിലേക്ക് മടങ്ങാം. ക്യാമറമാൻ അരുണിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി.